സുരേഷ് ഗോപിക്ക് പുറമെ ജോർജ് കുര്യനും കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം പിടിക്കുന്നു. കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരുണ്ടാകുമെന്ന് സ്ഥിരീകരിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടക്കുന്നു. ഈ നിമിഷത്തിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. വീണ്ടും രഞ്ജിത്ത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഉറ്റുനോക്കുന്നത് ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കഴിഞ്ഞ ഈ വലിയ തരത്തിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ നേടിയ ആ നേട്ടമെല്ലാം പരിഗണിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കന്മാർക്കും കൃത്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കുക, കൂടുതൽ പദവികളിലേക്ക് മാറ്റുക എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം കടന്നിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? BJP-യുടെ 2ാമത്തെ മന്ത്രിയായ ജോർജ് കുര്യൻ വരുന്നു എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഉയർന്നു കേട്ടപ്പെട്ട മറ്റ് പേരുകൾ അവരെല്ലാം കൃത്യമായി അർഹിക്കുന്ന മറ്റ് പദവികളിലേക്ക് പോകുന്നു എന്നുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളും പല ഭാഗത്തു നിന്ന് വരികയാണ്. ഉദാഹരണമായിട്ട് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തും എന്നുള്ള ഒരു സ്ഥിരീകരണം ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അത് എപ്പോഴായിരിക്കും തീരുമാനം എന്നുള്ളത് സമയമെടുക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കെ സുരേന്ദ്രന് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട പദവി എന്തായിരിക്കും? ഇങ്ങനെ ഒരു വലിയ നേട്ടം കേരളത്തിന് കിട്ടിയ ഒരു സാഹചര്യത്ത് ഒരു സംഘടന അധ്യക്ഷ മാറ്റത്തിലേക്ക് കടക്കാൻ BJP ഒരുങ്ങുമോ എന്നുള്ളൊരു ചോദ്യം മറുവശത്ത് അങ്ങനെ ഒരു വശത്ത് നിൽക്കുന്നു. വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, അങ്ങനെയുള്ള പേരുകൾ ഏതെല്ലാം തരത്തിലുള്ള ഒരു പ്ലേസ്മെന്റ് നടക്കുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ട് നമുക്ക്. അവരുടെ പ്രധാനമായും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ജോർജ് കുര്യൻ സംസ്ഥാനത്തു നിന്നുള്ള 2ാമത്തെ കേന്ദ്രമന്ത്രിയാകും എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനമായിരിക്കും നൽകുക. അദ്ദേഹം നേരത്തെ ന്യൂനപക്ഷ സമിതിയുടെ വൈസ് പ്രസിഡന്റായി കേരളത്തിൽ നിന്ന് പ്രധാനപ്പെട്ട സ്ഥാനത്ത് ജോലി ചെയ്ത ആളാണ്. BJP-യിലെ സൗമുഖമാണ്. നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ അദ്ദേഹം ഈ ആൾക്കൂട്ടങ്ങളിലോ ബഹളങ്ങളിലോ ഒന്നും ഉള്ള ആളല്ല. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് അപ്രതീക്ഷിതമായിരുന്നു എന്നുകൂടി ചേർത്ത് വായിക്കണം. കാരണം ജോർജ് കുര്യൻ BJP-യുടെ സംസ്ഥാന സമിതി അംഗമാണ്, നിർവാഹക സമിതി അംഗമാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം BJP-യുടെ വക്താവാണ്. ചാനൽ ചർച്ചകളിൽ BJP ഡിഫൻഡ് ചെയ്യുന്ന ആളാണ്. വർഷങ്ങളായി BJP-ക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണ്. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പ്രസംഗങ്ങൾ തർജ്ജിമ ചെയ്യാൻ തക്ക വിധത്തിലുള്ള പ്രാപ്തിയുള്ള ആളാണ്. അദ്ദേഹം നിയമ ബിരുദധാരിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരാൾ കൂടിയാണ് ജോർജ് കുര്യൻ. അദ്ദേഹത്തിന്റെ സ്ഥാനം അദ്ദേഹത്തെ മന്ത്രിയാക്കുക എന്നുള്ളത് അപ്രതീക്ഷിതമായിരുന്നു തികച്ചും. കാരണം ഒരുപാട് പേരുകൾ രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ തന്നെ ചർച്ചയിലുണ്ടായിരുന്നു. അതിലൊന്ന് കെ സുരേന്ദ്രന്റെ പേരായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ പേര് മന്ത്രിസ്ഥാനത്തേക്ക് ചർച്ച ചെയ്തിരുന്നു. അത് പക്ഷേ അവർ ഒരുപക്ഷെ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നേക്കാം എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഒപ്പം വി മുരളീധരനെ ദേശീയ തലത്തിൽ ഉപയോഗിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ കേന്ദ്രമന്ത്രിസഭയിൽ ഇത്തവണ അല്ലെങ്കിൽ പോലും അടുത്ത പുനഃസംഘടനയിൽ ഇടം പിടിച്ചേക്കാം എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷയായാൽ സുരേന്ദ്രൻ രാജ്യസഭയിലേക്ക് പോകും. രാജ്യസഭയിലേക്ക് അദ്ദേഹത്തിന് ഒരു അംഗീകാരം നൽകും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഏറ്റവും അപ്രതീക്ഷിതമായ തീരുമാനം ജോർജ് കുര്യനുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നിയമവിരുദ്ധകാരിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പോലെയുള്ള ഒരാളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിൽ BJP-ക്ക് നിരവധിയായ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ BJP നേരിടുന്ന പ്രതിരോധമുണ്ട്. മണിപ്പൂരിൽ ഇത്തവണ BJP-ക്ക് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. ഈ തൃശ്ശൂരിലൊഴിച്ച് ബാക്കി മണ്ഡലങ്ങളിലൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ BJP-ക്ക് അതിനോട് മുഖം തിരിക്കേണ്ടി വരും. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ഇപ്പോഴും BJP-യോട് അകന്നു നിൽക്കുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അപ്പോൾ ജോർജ് കുര്യനെ പോലെ സൗമ്യനായ ന്യൂനപക്ഷ മുഖം, ഒപ്പം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളെ അത്തരത്തിൽ കേന്ദ്രമന്ത്രിയാക്കുമ്പോൾ അത് BJP ലക്ഷ്യം വെക്കുന്ന പലവിധ മേഖലകളിലേക്ക് പോകുന്നു. നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ കേരളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദവികളും ഒരുപാട് വാഗ്ദാനങ്ങളും BJP കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. നരേന്ദ്രമോദി നേരിട്ടാണ് സുരേഷ് ഗോപിയെ വിളിച്ച് ചായ സൽക്കാരത്തിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടതും കേന്ദ്രമന്ത്രിസഭയിൽ പങ്കെടുക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചതും എന്നുള്ളത് നമുക്കറിയാം. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പ്രസംഗങ്ങളിലൊക്കെ നരേന്ദ്രമോദി അമിത്ഷായും കേരളത്തിൽ ലഭിച്ച സീറ്റുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അവകാശവാദമൊക്കെ ഉയർത്തിക്കാട്ടിയ പശ്ചാത്തലമുണ്ട്. അങ്ങനെ തമിഴ്നാടിനേക്കാളും കർണാടകയെക്കാളും ഒക്കെ ഒരുപക്ഷെ കൂടുതൽ പ്രാമുഖ്യം അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം കേരളത്തിൽ നൽകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം കൂടെ സ്ഥിരീകരിച്ചോട്ടെ, അതായത് നമ്മൾ സുരേഷ് ഗോപിക്ക് പുറമെ മറ്റൊരാൾ കൂടി വന്നേക്കും എന്നുള്ളതിന് ഏകദേശ സ്ഥിരീകരണമായിരിക്കുന്നു. ചിത്രം വ്യക്തമാകുന്നു. ജോർജ് കുര്യൻ തന്നെ വരുന്നു. മറ്റുള്ള
പറയും. രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് അത് ഏത് തരത്തിൽ പരിഗണിക്കപ്പെടുന്നു എന്നുള്ള സൂചനകളുണ്ടോ? അദ്ദേഹം തുടരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞതുപോലെ വി മുരളീധരനാണെങ്കിൽ കെ സുരേന്ദ്രനൊക്കെ ആണെങ്കിൽ അത് ഈ തരത്തിലുള്ള ഒരു പ്ലേസ്മെന്റുകളിലേക്ക് നീങ്ങിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് കാഴ്ചവെച്ച വളരെ ശക്തമായിട്ടുള്ള ആ പോരാട്ടം അത് ഏത് തരത്തിലായിരിക്കും BJP വിലയിരുത്തുന്നുണ്ടാവുക? രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ അക്കൗണ്ടിലല്ല എങ്കിൽ പോലും അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയുണ്ട്. കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏതാണ്ട് 33ഓളം മന്ത്രിമാരുടെ പേര് വിവരങ്ങൾ മാത്രമാണ് അപർണ. ഒരുപക്ഷെ അതിന്റെ ബാക്കി ഉള്ള സ്ഥിരീകരണങ്ങൾ വരേണ്ടത്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. ഡൽഹിയിൽ തുടരുകയാണ് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം ഒപ്പം കെ സുരേന്ദ്രൻ ഡൽഹിയിലുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഡൽഹിയിലുണ്ട്. വി മുരളീധരൻ ഡൽഹിയിലുണ്ട്. അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കേരളത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ അനിൽ ആന്റണി, രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം നേരത്തെ പരാജയപ്പെട്ട ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളോട് അവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വരും വർഷങ്ങളിലും പ്രവർത്തിക്കാൻ BJPയുടെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നോട് ചേർത്ത് വായിക്കണം. കാരണം അത്തരം മണ്ഡലങ്ങൾക്ക് മുരളീധരനായാലും തിരുവനന്തപുരത്തെ BJPയുടെ സ്ഥാനാർത്ഥിയായാലും ഒപ്പം ശോഭാ സുരേന്ദ്രനായാലും ഒക്കെ നടത്തിയ വളരെ മെച്ചപ്പെട്ട പ്രകടനങ്ങൾ എന്നോട് ചേർത്ത് വായിക്കണം. കാരണം അവർ വോട്ടെണ്ണം മാത്രമല്ല വലിയ തോതിലുള്ള LDF കേന്ദ്രങ്ങളിലേക്കുള്ള കടന്നുകയറ്റം കൂടി അവർ നടത്തി എന്നുള്ളത് BJPയുടെ കേന്ദ്ര നേതൃത്വം വളരെ ശക്തമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരോട് അവർക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ എത്തിക്കുക. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷയായി ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരുന്നതോടുകൂടി ഒരു പ്രധാനപ്പെട്ട ഒരു വനിതാ മുഖം കേരളത്തിന്റെ തലപ്പത്തെത്തുന്നു എന്ന് BJPക്ക് ദേശീയ തലത്തിൽ തന്നെ വ്യക്തമാക്കാൻ സാധിക്കും. രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്രമന്ത്രിയായി തന്നെ തിരുവനന്തപുരത്തെ പലവിധ വികസന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരങ്ങൾ ലഭിക്കും. കെ സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷൻ പദവിയിൽ നിന്ന് മാറിയാൽ രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചാൽ അദ്ദേഹവും കേരളത്തിലെയും കേന്ദ്രത്തിലെയും വളരെ പ്രധാനപ്പെട്ട BJPയുടെ മുഖമായി മാറും. അങ്ങനെ ഓരോ അർഹതപ്പെട്ട നേതാക്കൾക്കും അവരവരുടെ പദവികൾ നൽകുക എന്ന പ്രധാനപ്പെട്ട രീതിയിലേക്ക് പോകുന്നു എന്നതിനോട് ചേർത്ത് വായിക്കണം. കാരണം നമുക്കറിയാം BJP ഇത്തവണ കേരളത്തിൽ നടത്തിയത് വളരെ പ്രമുഖമായ ഒരു മുന്നേറ്റമാണ്. 20% വോട്ടുകൾ BJP സഖ്യകക്ഷി NDA എന്ന നിലയിൽ കേരളത്തിൽ നേടിയിരുന്നു. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസിന്റെയും CPMന്റെയും കോട്ടകളിലേക്ക് കടന്നു കയറിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഓരോ മേഖലയിലും ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള മികവ് ഉള്ള അംഗീകാരം ഒരുപക്ഷെ ഈ 3ാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണം. റൈറ്റ് രഞ്ജിത്ത്, ഞാൻ